ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ദിവസം ഒരു 10 മണി ആയതോടുകൂടി ഞാൻ ഇങ്ങനെ അങ്ങ് ആരംഭിക്കുകയാണ്. ചോറൊക്കെ കഴിച്ചിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് തുടങ്ങി. പിന്നെ ഇത് കഞ്ഞിയും നാരങ്ങയും വേറെ ആർക്കുമല്ല, എൻ്റെ അമ്മാമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മമ്മയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം ഇത്. ഞാൻ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. അമ്മാമ്മയും ഇരിക്കുന്നത് എൻ്റെ അമ്മാമ്മയല്ല കേട്ടോ, അപ്പുറത്തെ കാല് മാത്രം കണ്ടില്ലേ, അതാണ് എൻ്റെ അമ്മാമ്മ. അമ്മാമ്മയും നാത്തൂനും, അതായത് അപ്പൂപ്പൻ്റെ അനിയത്തിയും കൂടിയിട്ടുള്ള ചർച്ചയാണ് ആ കാണുന്നത്. എന്തൊക്കെയോ ലോകകാര്യങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച് പുളിഞ്ചിക്ക ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് പുളിഞ്ചി മരത്തിൽ നോക്കിയതാണ്. ഇരുമ്പാമ്പുളിയില്ലേ, അപ്പോൾ ഇതിന് പുളിഞ്ചിക്കൊന്നുമില്ല. ഇതെല്ലാം തീർന്നിട്ട് ഇപ്പം പുതിയത് മുട്ടിട്ട് നിൽക്കുന്നേ ഉള്ളൂ. പിന്നെ അത് കാണുന്ന അഗസ്ത്യ മരമാണേ, വെള്ള അഗസ്ത്യാണ്, അഗസ്ത്യപ്പൂ പിടിക്കുന്ന മരം. നല്ല ടേസ്റ്റ് അല്ലേ ഇത്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളത് ഉള്ളപ്പോൾ പറിക്കും കേട്ടോ. നല്ല ഉയരത്തിൽ, എന്നാലും വലിയ തോട്ടയൊക്കെ കിട്ടി നമ്മളത് പറിക്കാറുണ്ട്. പിന്നെ അത് അമ്മമ്മ വീട്ടിലുള്ള വേറൊരു സാധനമാണ്. ഇത് കണ്ട്, ഇതിനെന്തെന്നാ ബട്ടർ ഫ്രൂട്ടോ ബട്ടൻ ഞട്ടോ അങ്ങനെ എന്തുകൊണ്ടാ പറയില്ലേ ഈ ഒരു സാധനം. വൃത്തികെട്ട സ്മെല്ലാണ് ഇതിൻ്റെ. അതെ, ഞങ്ങളാരും കഴിക്കാറില്ല, പക്ഷെ ഇഷ്ടം മാതിരി കായാണ് ഉണ്ടാകുന്നത്. വെറുതെ ഉണ്ടായി ഇങ്ങനെ കൊഴിഞ്ഞു പോകും. പിന്നെ വീടിനടുത്തുള്ളവർക്ക് വന്ന് പറിച്ചിട്ട് പോയി, അവർക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചത് എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോവാണ്. അമ്മാമ്മയുടെ വീടെന്ന് പറഞ്ഞാൽ അകലെയൊന്നും അല്ല കേട്ടോ. എൻ്റെ വീട് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത്, അല്ല തൊട്ട് മുകളിലാണ് 2 വീടുണ്ട്. അത് കഴിഞ്ഞ് 3ാമത്തെ വീടാണ് എൻ്റെ അമ്മാമ്മയുടെ വീട്. ഈ വലത് സൈഡിന് കാണുന്ന വീടിന്ന് ഇപ്പം പുതുതായിട്ടല്ല വെച്ചിട്ടിപ്പം കുറച്ച് വർഷമായുള്ളൂ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ട്. പിന്നെ ഇപ്പുറത്തുള്ളൊരു വീട് 2 മതിലിന് അപ്പുറം വീടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ തോട്ടിൻ്റെ കരയിലാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോവുകയാണേ. പിന്നെ ഇന്ന് എനിക്ക് ക്ലാസ്സുള്ള ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വയറ് ചതിച്ചു, വയറ് നല്ല പ്രശ്നമായിരുന്നു. അങ്ങനെ ക്ലാസ്സിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് 10 മണി കഴിഞ്ഞ ശേഷം ഞാൻ എണീറ്റ് ഒന്ന് ചായയൊക്കെ കുടിച്ച് ആഹാരം എന്താണ് വയറ് കാലിയായി കിടക്കുമ്പോൾ ഭയങ്കര ക്ഷീണം. അതുകൊണ്ടാണ് എനിക്ക് രാവിലെ ചോറാണ് ഇഷ്ടം. ഞാൻ രാവിലെ ചോറ് കഴിച്ചത്. പിന്നെ ഈ കാണുന്ന സ്റ്റെപ്പ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും വേറെ എവിടെയോ ഞാൻ പോകുന്നത്. വേറെ എങ്ങുമല്ല, ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ ഇറങ്ങും സീലിങ്ങിൽ കൂടിയേ ഭയങ്കരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഇവിടെ ഇങ്ങനെ കരിയില നിറഞ്ഞ് കിടക്കുവേ. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറി. അപ്പോൾ ഇന്ന് കുറച്ച് വെയിലുണ്ട്. അപ്പോൾ ഈ വെയിലത്താകുമ്പോൾ ഒന്ന് ഉണങ്ങി കിടക്കുകയാണെങ്കിൽ തൂത്ത് കളയാലോ എന്ന് വെച്ചിട്ട്. അപ്പം കരിയിലൊന്നും വലുതായിട്ടില്ല. ഞങ്ങൾ കണ്ട ടെറസിൽ കൂടെ ചേർന്നാണ് മാവുണ്ട് ഞങ്ങൾക്കൊരു. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്നാമത് തണലാണ്, അതിൻ്റെ ഇടയിൽ കൂടി ഈ മാവുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഇല മുഴുവനും കൊഴിഞ്ഞ് വീണിട്ടാണ് ഇവിടെ കൂടുതലും പ്രശ്നമാവും. അപ്പോൾ ഞാൻ കയറി നോക്കിയത് എനിക്കൊന്ന് തൂത്തിടാമെന്ന് വെച്ചിട്ട്. അപ്പോഴത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ കരിയിലയൊക്കെ. അങ്ങനെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടെറസ് കേട്ടോ. ടെറസിൽ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾ നെല്ലിമരം നല്ല ഉയരമുണ്ട്. ഒരുപാട് മുകളിൽ ഒരു ഇഷ്ടം പോലെ കായ പഴുത്ത് നിൽക്കുന്നുണ്ട് നെല്ലിക്ക. പക്ഷേ ഞങ്ങൾക്കങ്ങനെ കിട്ടത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ടാർപ്പ കെട്ടിയിരിക്കുന്നുണ്ട്, അതിന് മുകളിൽ വീണിട്ട് അങ്ങ് വീണ് പോകും. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇതിപ്പം സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നീളത്തിനാണ് വയലുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് 2 സൈഡിലും മരങ്ങളുള്ളതുകൊണ്ട് ആ സെൻറ്ററിലുള്ള ഭാഗം മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഇനി രാവിലത്തെ ഉച്ചയോടുകൂടി ഞാൻ ചെയ്യാനുള്ള പണികളാണ് ഇതൊക്കെ. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് തുണികൾ അലക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം ഒന്ന് പോകുന്നത്. കാരണം എനിക്ക് സത്യത്തിൽ ഇന്ന് എക്സാമുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി കുറച്ച് ജോലികളൊക്കെ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.